കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. കേരളത്തിന്റെ സമകാലിക ശില്പകലാരംഗത്ത് തനതായ മുദ്ര പതിപ്പിച്ച കലാകാരനാണ് വി കെ രാജൻ. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിലും ബറോഡ MS യൂണിവേഴ്സിറ്റിയിലുമായി കലാപഠനം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യക്ക് അകത്തും പുറത്തുമായി നിരവധി സൃഷ്ടികൾ നടത്തുകയും സിംബോസിയങ്ങളിൽ അംഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പരമ്പരാഗത ശില്പകലയെക്കുറിച്ചുള്ള ആഴമേറിയ ജ്ഞാനവും കല്ല്, മരം, ഗ്രാനൈറ്റ് തുടങ്ങി വിവിധ മീഡിയങ്ങളിലുള്ള പരിജ്ഞാനവുമാണ് അദ്ദേഹത്തെ ശില്പകലാരംഗത്തെ ഒരു ഐക്കൺ ആക്കി മാറ്റുന്നത്. കോഴിക്കോട് ശില്പനഗരത്തിലും ഖസാക്കിന്റെ ഇതിഹാസത്തെ ആസ്പദമാക്കി തസറാക്കിൽ സ്ഥാപിച്ച ശില്പങ്ങളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. കേൾക്കാം വി കെ രാജന്റെ കലയും ജീവിതവും. എൻ്റെ വീടിനടുത്തൊരു വല്യമ്മയുടെ ആങ്ങളുണ്ട്, മാമൻ. ഞങ്ങൾ മാമനെ വിളിക്കുക. ഇപ്പോൾ കേശവൻ എന്നാണ് അങ്ങനെ പേര്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ആളിങ്ങനെ ഈ ചിത്രം കോപ്പിയിലാണ് ഇപ്പോഴും പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ഞങ്ങളെ കാണാനുള്ള വരയ്ക്കലുണ്ടായിരുന്നു. അതൊരു ഇൻസ്പിറേഷനായിരുന്നു, വരയ്ക്കാനുള്ള ഇൻസ്പിറേഷനായിരുന്നു. പിന്നെ ഈ ശില്പത്തിലേക്ക് വരുന്ന എൻ്റെ വീടിനെ തൊട്ട് അടുത്ത് തന്നെ ഈ ആനേനെ ഉണ്ടാക്കുന്നൊരു പാർട്ടിയുണ്ട്. ഈ മുരിക്കിലാണ് ആന ഉണ്ടാക്കുക, അതിൻ്റെ ഫുള്ള് കളർ ചെയ്യും. അപ്പോൾ അതിങ്ങനെ ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. അപ്പോൾ ഞാനിത് കാണാനൊക്കെ പോവും, ഇയാൾ എങ്ങനെ ചെയ്യുന്നതൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ ചിത്രത്തെക്കാൾ കൂടുതൽ താല്പര്യം എനിക്ക് ഈ കാർവിങ്ങിനോട് താല്പര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ അവിടെ നിന്ന് ചെറിയ മരത്തിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കത്തിയൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ ചില ഷേപ്പുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ അതേപോലെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിനോട് 10 കിലോമീറ്ററുള്ള ഇരിങ്ങാലക്കുടയ്ക്ക്. അന്ന് മുതൽ തന്നെ കഥകളി കാണാൻ വേണ്ടിയിട്ട് ഞാൻ സൈക്കിളിൽ പോകും രാത്രി. അശോക വനികാംഗം, അമ്മന്നൂർ മാധവ ചാക്യാരുടെ കൂത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് പോവും, രാവിലെ വരും. അങ്ങനെയാണ് ഈ കുട്ടിക്കാലത്തൊരു രീതി. എനിക്കധികം മാർക്ക് കിട്ടിയിട്ടുള്ള ഒരാളല്ല. കോളേജിൽ അഡ്മിഷൻ കിട്ടാനൊക്കെ പോവായിരുന്നു, പക്ഷേ നമ്മളത്ര ശ്രമിച്ചില്ല. അങ്ങനെ ഒരു വേസ്റ്റ് മാൻ പോലെ ഇരിക്കേണ്ട സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഇങ്ങനെയുണ്ട്, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരുവനന്തപുരത്ത് കോളേജ് ഓഫ് ഫൈനാൻസ് ചേരുന്നത്. അന്ന് എന്താ വെച്ചാൽ ഈ ചിത്രം ശില്പമൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഗതിയില്ല എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു പണ്ട് 76 കാലഘട്ടത്തിൽ. അങ്ങനെ അവിടെ പോയി അഡ്മിഷൻ കിട്ടി. അപ്പോൾ വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എൻ്റെ ഇഷ്ടത്തിനാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ഒരുപാട് ക്രൈസിസ് ഉണ്ട്. എനിക്ക് ഹോസ്റ്റലൊന്നും ചേരാൻ പറ്റിയില്ല. ഞാൻ ഒരു പൊട്ട ലോഡ്ജിലാണ് താമസിക്കുന്നത്. അന്ന് ടീച്ചറൊന്നുമില്ല, കനായി കുഞ്ഞിരാമനോ അല്ലെങ്കിൽ സന്താനരാജ ആരുമില്ല. പരസ്പരം ആൾക്കാർ ചർച്ച ചെയ്തിട്ടാണ് ഈ ശില്പം നല്ലതും ചീത്തയും തീരുമാനിച്ചിരുന്നത്. സന്താനരാജ വന്നപ്പോൾ ഡ്രോയിങ്ങിനെ കുറിച്ചുള്ളൊരു നല്ല ഒരു പഠനം തരുന്നത്, ഈ ലൈൻസിൻ്റെ പ്രത്യേകത, എങ്ങനെയാണ് കോണ്ടൂർ ലൈൻസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്പേസിൽ ഈ ഡ്രോയിങ് നമ്മൾ കമ്പോസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എങ്ങനെയാണ്. കനായി വന്നപ്പോൾ ഇങ്ങനെ ഇത് ആക്സിഡൻ്റലായിട്ടുള്ള ക്ലേയുടെ എക്സ്പ്രഷനും അല്ലെങ്കിൽ വർക്ക് എങ്ങനെ ചെയ്തു തീർക്കാനും ഒക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ ഒരു മാട്രിക്സ് എന്നുള്ളൊരു വർക്കാണ് ഉണ്ടാക്കി തന്നത്. ഫസ്റ്റ് ഇയറിൽ സിമെൻറ്റിൽ കോൺക്രീറ്റിൽ ഉണ്ടാക്കി. അത് അക്കാഡമിക്കിലേക്ക് അയച്ചു. അതിന് അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് അവാർഡാണ്. എന്നാൽ ആദ്യമായിട്ടാണ് ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വരുമ്പോൾ കുറേ എതിർപ്പാണ്. പക്ഷേ അതിൽ ജൂറി ആയിരുന്നത് ദേവമാഷും കുഞ്ഞിരാമാഷും പിന്നെ MR ഡി ദത്തനായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നു. പിന്നെ സന്തോഷം, കയ്യിൽ കാശില്ലാതെ കാശ് കിട്ടിയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റിന് നല്ല വിലയുണ്ട്, പൈസക്കായിരുന്നു വിലയുണ്ടായിരുന്നത് അന്ന്. കനായി അന്ന് ഈ വർക്ക് ചെയ്യുന്ന രീതി ആൾ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പോർട്രേറ്റ് ചെയ്യുക, അതിനൊരു ഫോം കൺസീവ് ചെയ്യുക എന്നൊക്കെ. ഈ ചെറിയ ഫോം എങ്ങനെ വലുതാക്കുക, വലിയ ഫോം എങ്ങനെ ചെറുതാക്കുക, ഇപ്പോഴും ആ പഠനത്തിൻ്റെ രീതി തന്നെയാണ് പോകുന്നത്. തിരുവനന്തപുരം പഠനം കഴിഞ്ഞപ്പോൾ അപ്പോഴും ഗതിയില്ലാത്തൊരു അവസ്ഥയാണ് ശരിക്കും. നമുക്ക് മുന്നോട്ട് പോകാൻ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുരേന്ദ്രൻ നായർ എൻ്റെ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു നമുക്ക് പോകണം. എൻ്റെ ഒപ്പമുള്ള ആൾക്കാരൊക്കെ ബറോഡയിൽ പോയല്ലോ, പോകണമെന്ന് മോഹൻ ഉണ്ടായിരുന്നു. അപ്പോൾ സുരേന്ദ്രൻ വന്നപ്പോൾ കുറേ ശക്തി കിട്ടി, നേരെ അങ്ങോട്ട് പോയത് ബറോഡയ്ക്ക്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ സ്കൾപ്ചറിന് അഡ്മിഷൻ കിട്ടി. നേരത്തെ തന്നെ ഈ അബ്സ്ട്രാക്ട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഈ മാട്രിക്സ് എന്നുള്ള വർക്ക് അബ്സ്ട്രാക്റ്റാണ് ശരിക്കും. ബറോഡ എത്തി കഴിയുമ്പോൾ ഇത് കുറച്ചൊരു മാറ്റം വന്ന് കുറേ കൂടി ഫിഗർ ചെയ്യാൻ തുടങ്ങിയിട്ട്. ബറോഡ കഴിഞ്ഞ് വന്നപ്പോൾ സുഭാഷ് ബോസ് പാർക്കിലെ ഒരു ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഫിഗർ വെച്ചു. പക്ഷേ എനിക്ക് ആ ഫിഗർ അത്ര താല്പര്യമില്ല. പക്ഷേ ഫിഗറിൽ ആദ്യം അതിന് നിലനിൽപ്പുണ്ട് ആ വർക്കിന്. അത് കഴിഞ്ഞ് അവിടെ ഈ ഒരു ജാപ്പനീസ് സ്കൾപ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു ജപ്പാനിലേക്ക് വരുമോ ചോദിച്ചു. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏകദേശം കോളേജ് വിട്ടതിന് ശേഷമാണ് ഗ്രാനൈറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 85 മുതൽ 88 വരെ ഞാൻ തൃശ്ശൂർ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് തിരുവനന്തപുരം കോളേജിൽ കിട്ടി ഈ ഒരു കൊല്ലത്തെ ഈ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്.
അന്ന് തെക്കേ ഇന്ത്യ ഫുള്ള് കണ്ടില്ല, കോളേജിൽ പഠിക്കുന്നത് കാണാൻ പറ്റിയില്ല. തെക്കേ ഇന്ത്യ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കല്ലിനോട് കുറേ കൊണ്ട് താല്പര്യം. എൻ്റെ വീട് പണിയുന്ന സമയം അത് തന്നെയാണ്. അപ്പോൾ ഈ കല്ലിങ്ങനെ ഇങ്ങനെ ഈ ലോറിയിൽ നിന്ന് വീഴുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദവും ഒക്കെ വളരെ താല്പര്യം തോന്നിയിട്ടുണ്ട്. അതിനിടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ അമ്മി പോലുള്ള കല്ല് വാങ്ങി പണിക്കാരുടെ അടുത്ത് പോയിരുന്ന് ഈ എങ്ങനെയാണ് അവർ ഈ ഉളി കാച്ചുന്നതും കല്ല് എങ്ങനെ ചിപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഉടയാപ്പം എങ്ങനെ ഉപയോഗിക്കുന്നതും മനസ്സിലാക്കിയിട്ട് കുറേശ്ശെ തുടങ്ങി. അങ്ങനെയാണ് 89 ശരിക്കും ഈ ഗ്രാനൈറ്റിൽ ഞാൻ തൊടുന്നത്. അതിന് മുമ്പ് ഈ ഗ്രാനൈറ്റ് തൊട്ടിട്ടേ ഇല്ല. ഞാനിപ്പോൾ ഒരുപാട് മീഡിയം ചെയ്തിട്ടുണ്ട്. ഈ സിമെൻറ്റിൽ ചെയ്തിട്ടുണ്ട്, പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്, പേപ്പറിൽ ചെയ്തിട്ടുണ്ട്, ടെറാക്കോട്ട ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല മീഡിയങ്ങളും ചെയ്തിട്ടുണ്ട്. കാനായിക്ക് വേണ്ടി കുറേ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കാലത്തൊക്കെ. ട്രോഫികൾ, അതുപോലെ ഗാന്ധിയുടെ പ്രതിമ, പിന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ, പിന്നെ അങ്ങനെ ഒരു മെറ്റൽ വർക്ക്, ഇതൊക്കെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കുറേ മീഡിയങ്ങളെ പറ്റിയുള്ളൊരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നിരന്തരം ലൈബ്രറി നടന്നുണ്ടായിരുന്നത്. അന്ന് ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറി, ഗോർക്കി ഭവൻ, ജനങ്ങൾ റഷ്യൻ ഗോർക്കി ഭവൻ, പിന്നെ പബ്ലിക് ലൈബ്രറി. കോളേജ് വിട്ടാൽ നേരെ ലൈബ്രറി പോയിരിക്കുകയാണ് പണിയുണ്ടായിരുന്നു. ധാരാളം റെഫറൻസ് നോക്കലുണ്ടായിരുന്നു. അങ്ങനെ പല മീഡിയങ്ങളിലും നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. അതിലൊരു സ്ഥായിയായുള്ള സ്വഭാവം ഉണ്ടാക്കി നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ട്രൈ ചെയ്യുന്നുണ്ടൊക്കെ. പിന്നെയാണ് ഈ സ്റ്റോണിൽ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും എൻ്റെ മീഡിയം സ്റ്റോണാണ് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പം പിന്നെ സ്റ്റോണിൽ കുറേശ്ശെ തുടങ്ങി. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സുഭാഷ് ബോസ് പാർക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ ജപ്പാനിലേക്ക് പോയില്ല. ഗ്രാനൈറ്റിലേക്ക് എന്നെ സ്വാധീനിച്ചുള്ളൊരു ഇത് ജപ്പാൻ യാത്രയാണ്. ടെറ്റ്സൂസോ യമമോത്തോ എന്നുള്ളൊരു സ്കൾപ്റ്റർ അവിടുത്തെ പ്രൊഫസറാണ്, ഈ ഒസാക്ക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അപ്പം അങ്ങനെ ഞാൻ ഏറ്റവും വലിയ കമ്പനി അയാൾക്ക് കമ്പനിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധൻ്റെ നാട്ടുകാരനുള്ള ഞാൻ അങ്ങനെയാണ് എനിക്ക് താല്പര്യം വന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നിരന്തരം ഇങ്ങനെ സംസാരിക്കും. ഇന്ത്യൻ കൾച്ചർ, ബുദ്ധൻ, അതുപോലെ ജാപ്പനീസ് സ്കൾപ്റ്റർ, പിന്നെ അങ്ങനെ പല പല സാധനങ്ങൾ സംസാരിക്കും. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയാണ് പോകേണ്ടതെന്ന് ഒരു ദിവസം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ കോറികൾ കാണണം, പിന്നെ മ്യൂസിയം കാണണം, പിന്നെ ഈ ആർട്ടിസ്റ്റുമാരുടെ സ്റ്റുഡിയോ. കാരണം നമ്മളവിടെ പോലെ ആർട്ടിസ്റ്റുമാരുടെ സ്റ്റുഡിയോ നമുക്ക് ഒറ്റയ്ക്ക് പോയി കാണാൻ പറ്റില്ല. അവിടുത്തെ പ്രധാനമന്ത്രി കാണാൻ ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് എളുപ്പമുണ്ടാവും, പക്ഷെ ഒരു സ്റ്റുഡിയോയിൽ നമുക്ക് പോകാൻ പറ്റില്ല. പരിചയം ഉണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കളാണെങ്കിൽ നമുക്ക് പോകാം. അവിടുത്തെ വലിയ മാസ്റ്റേഴ്സായ ആൾക്കാരെ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ട്. അതിലെല്ലാം മൗണ്ടൻ്റെ സൈഡിലാണ് അവരുടെ സ്റ്റുഡിയോ. അവരൊരു ഫാക്ടറി പോലെയാണ്. ഫോർക്ക് ലിഫ്റ്റ്, ന്യൂമാറ്റിക് മെഷീൻ, എഞ്ചിനീയർ എയർ മെഷീൻ ഒക്കെ അവരുടെ കയ്യിലുണ്ട്. എന്നിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമ്മളവിടെ നിന്ന് അത്രയും സൗകര്യങ്ങളില്ല. അപ്പോൾ ഞാനിങ്ങനെ പല കോറികളും പല മെഷീനുകളും അതിലിങ്ങനെ പറഞ്ഞു തരും, ഇന്ന മെഷീൻ ഇങ്ങനെ ഉപയോഗിക്കുക. ഒരു ടൂള് തന്നെ ഒരെണ്ണമൊന്നല്ല, ഒരു 10-20 എണ്ണം ഉണ്ടാവും ടൂളൊക്കെ. ഒരു മെഷീനിൽ കുറേ മെഷീൻ ഉണ്ടാവും. അതുപോലെ എല്ലാ സാധനങ്ങളും ഈ ഷൂ വരെ ഉണ്ടാവും. നമ്മൾ ഈ ഗൺബൂട്ടൊക്കെ നമ്മൾ ഒരു ജോഡി 2 ജോഡിക്ക് മേടിക്കുക, അവിടെ ഒരു 10-15 ജോഡിക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് കൊണ്ടാണ് എനിക്ക് ഈ സ്റ്റോണിൽ കുറേ കൂടി ഡീപ്പായി പോകാൻ പറ്റുന്നത്. ജോമെട്രിക്ക് പണ്ട് ഇഷ്ടമാണ്, ക്ഷേത്രഗണിതങ്ങൾ എനിക്കിഷ്ടമാണ്. ശരിക്കും അമ്പലങ്ങളിൽ മുഴുവൻ നമ്മൾ ജോമെട്രിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, പ്രകൃതിയിൽ ഡ്രോയിങ് ഇല്ല. ജോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, പ്രകൃതിയിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് അതിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥകളിയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈദരാലി പാടുമ്പോഴോ അല്ലെങ്കിൽ ഇമ്രാന്തിരി പാടുമ്പോഴോ കൃഷ്ണനായരായാലും ഗോപികാശാനായാലും കൊട്ടക്കൽ ശിവരാമനായാലും വളരെ ജോമെട്രിക്കലാണ് അവരുടെ ഈ അംഗവിക്ഷേപങ്ങളൊക്കെ. നമ്മൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. അത് ഒരു മ്യൂസിക് പാടുമ്പോൾ ഈ അംഗവിക്ഷേപങ്ങളും ജോമെട്രിക്കലായിട്ട് ഇത് തമ്മിൽ കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രാനൈറ്റിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ ജോമെട്രി എനിക്ക് താല്പര്യം ഉണ്ടാകാനുള്ളൊരു കാരണം. പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വെച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ മുഴുവൻ ജോമെട്രിക്കലാണ് എല്ലാ സാധനങ്ങളും. അവരുടെ ജോമെട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ധ്യാനത്തിന് വേണ്ടിയാണ് ഈ അമ്പലം ഉണ്ടാക്കിയിട്ടത്. അവിടെ ദൈവമൊന്നും ഇരിക്കണില്ല. സെമിറ്റിക് മതങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ദൈവത്തിൻ്റെ സങ്കല്പം വരുന്നത്. അതുവരെ നമ്മൾ ആരാധിക്കാൻ മാത്രമുള്ള സ്ഥലമാണ്. ആരാധിക്കാൻ ചെന്ന് പോയി ഇരിക്കുക, ചുറ്റും നടക്കുക, നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് തരുന്നൊരു സ്ഥലം മാത്രമായിരുന്നു. അതിനനുസരിച്ചാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. ഉള്ളിലൊരു അമ്പലം, അതിൻ്റെ പുറത്തൊരു ചുറ്റമ്പലം, അതിൻ്റെ ഒരു ഗ്രൗണ്ട്, പിന്നെ ചുറ്റുമതിൽ, അങ്ങനെയാണ് കൺസ്ട്രക്ട്. ഏത് അമ്പലം എടുത്താലും ശരി, പ്രത്യേകിച്ച് സൗത്ത് ഏരിയയിലെ അമ്പലങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. ദൈവസങ്കല്പത്തിലല്ല ശരിക്കും, പീസ് ഓഫ് മൈൻഡിന് വേണ്ടി ഉള്ളൊരു സ്ഥലം മാത്രമായിട്ട്, മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം മാത്രമായിട്ടേ ഉള്ളൂ ശരിക്കും. ഈ ചുറ്റും ഭയങ്കര രീതിശില്പങ്ങളൊക്കെ ഉണ്ടാവും. അമ്പലത്തിൻ്റെ ചൈത്യ ഹാൾ എന്ന് പറയുന്ന നടന്നു പോകാനുള്ള സ്ഥലങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ വളരെ കാമൻ ക്വൈറ്റായുള്ള സ്ഥലമാണ്. മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചെയ്യുക. എല്ലാവിധ ചിന്തകളും ഇതിലൂടെ ഇല്ലാതായിട്ട്, മനസ്സെന്നുള്ള സാധനം ഇല്ല ശരിക്കും, ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ ഈ ഇത് മുഴുവൻ കണ്ട് അതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ അവൻ വളരെ സമാധാനപ്രിയനായിട്ട് തീരണം എന്നൊരു ഉദ്ദേശത്തിലായിരിക്കും അത് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥലമല്ല ശരിക്കും, അവിടെ ദൈവം ഒരു ബന്ധവുമില്ല.
നമ്മുടെ ഇതിൻ്റെ ഈ അഭിഷേകങ്ങൾ എന്ന് പറയുന്നത് ആ കല്ലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, നെയ്യഭിഷേകം, പാലഭിഷേകം അല്ലെങ്കിൽ ചാന്താട്ട് എന്നൊക്കെ പറയുന്നത് ആ കല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രാവണ ബെൽഗോളിൽ ഈ ബാഹുബലിയുടെ മുകളിൽ 101 കുടം പാൽ ഒഴിക്കുന്നത് ആ കല്ല് കേടുവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ഈ കെമിക്കൽ കൊണ്ട് ക്രാക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അല്ലാണ്ട് അത് ചെയ്തിട്ട് ഈ വരുന്ന ആൾക്കാർക്ക് ഒന്നും കിട്ടാൻ പോണില്ല. 3 തരം ആർക്കിടെക്ചർ നമ്മളിവിടെ ഉണ്ട്. അതിലൊന്ന് സൗത്തിലെ ദ്രവീഡിയനാണ്. നോർത്തിലെ അമ്പലങ്ങളിൽ ആ ഇതിന് ആർക്കിടെക്ചറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് ഇവിടുത്തെ ദ്രവീഡിയൻ സ്റ്റൈലാണിത്. നമ്മളിപ്പോൾ തഞ്ചാവൂർ എടുത്താലും അല്ലെങ്കിൽ മറ്റേ മധുര എടുത്താലും സുചീന്ദ്ര എടുത്താലും ചിദംബരം ഏത് അമ്പലത്തിലും ആ ദ്രവീഡിയൻ രീതിയിൽ ഉണ്ടാക്കില്ല. പക്ഷെ അതൊന്നും കോപ്പിയല്ല, എല്ലാം ഉണ്ട്, വളരെ ഡിഫറെൻറ്റ് രീതിയിൽ ഉണ്ടാക്കില്ല. വിശ്വകർമാക്കളും ചെയ്യുന്നത് അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അവരെ ഏൽപ്പിക്കുകയാണ് ശരിക്കും. അപ്പോൾ അതിലൊരു സ്ഥപതി ഉണ്ടാവും, ആ സ്ഥപതിയാണ് തീരുമാനിക്കപ്പെടുന്നത്, ഡിസൈൻ ചെയ്ത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അത് രാജാവും സ്ഥപതിയും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്. കൊണാർക്കിനെ കുറിച്ചിട്ട് പ്രതിഭ റോയുടെ ഒരു പുസ്തകമുണ്ട്, ശിലാപത്മം എന്നുണ്ട്. ആ പുസ്തകം വായിച്ചാൽ കുറച്ചൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അവർ ഇങ്ങനെ ഇന്നിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാൾ നാളെ രാജാവ് പറയാണ് അമ്പലം ഉണ്ടാക്കാൻ പോകണമെന്ന് പോയി വെക്കൂ. അത് അവരുടെ ഒരു രാജകൽപ്പന അനുസരിക്കുന്ന ആൾക്കാരായിരുന്നു. അവർ പോയി അമ്പലം ചെയ്ത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു അമ്പലം ഉണ്ടാക്കണം വെച്ചാൽ അത് ഉണ്ടാക്കിയിട്ടേ അവർ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതിനവർ കല്ല് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രീതി എന്ന് വെച്ചിട്ട്, പണ്ട് കല്ല് കണ്ടെത്താനാണ് ഉപയോഗിക്കുന്നത്. അവർ ഈ ജോത്സ്യം പണ്ട് ഉപയോഗിച്ചിരുന്നു ആൾക്കാർ. പണ്ട് നമുക്ക് ജോത്സ്യം ഇല്ല. ഗ്രീസിൽ നിന്ന് വരുന്ന ഈ ജോത്സ്യ സമ്പ്രദായം അത് പിന്നെ പ്രബലമായി നമ്മുടെ നാട്ടിൽ. വരാഹമീരിൻ്റെയൊക്കെ വിക്രമാദിത്യൻ്റെ കാലത്ത് പ്രബലമായത്. അത് അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇപ്പോൾ ഒരു കൃഷ്ണൻ്റെ അമ്പലമാണെന്ന് വരയ്ക്കുക. അപ്പോൾ അഷ്ടമി രോഹിണിയാണ് ഈ നാളൊക്കെ അവരെ അങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അഷ്ടമി രോഹിണി നാൾ വെച്ച് ഒരു പ്രശ്നം വയ്ക്കുമ്പോൾ ഈ അവർ നോക്കുന്ന വിളക്കിനെ സാക്ഷി നിർത്തിയിട്ട് നോക്കുക. അപ്പോൾ വിളക്കിൻ്റെ തിരി കിഴക്കോട്ടാണെങ്കിൽ അവർ പറയും കിഴക്കോട്ട് ഇത്ര ദൂരം പോയി കഴിഞ്ഞാൽ കല്ല് കിട്ടും. അപ്പോൾ അത്രയും ദൂരം അവിടെ പോയതിനു ശേഷം അവർ അവിടെ ചെന്ന് അപ്പോൾ കല്ല് കാണുന്നു. അതെങ്ങനെയോ കല്ല് കാണുന്നു എന്നുള്ളതാണ് സംഭവം. ഇവിടെ കണ്ടിട്ട് വീണ്ടും അങ്ങോട്ട് പോകും, അത്ര. അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രശ്നം വെച്ച് നോക്കും, അത്രയേ ഉള്ളൂ. കല്ല് കണ്ടു. അപ്പോൾ അതിന് കുറേ ലെയർ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ മുലപ്പാൽ ഒഴിക്കും, ഒരു കുഴി ഉണ്ടാക്കിയിട്ട് എൻ്റെ അത് ഇല വെച്ച് മൂടും. ഒരു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ മുലപ്പാൽ കേട് വന്നില്ല. അതാണ് ശരിക്കും വിഗ്രഹം ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. ഇതുവരെ കേട്ടത് ശില്പി വി.കെ. രാജന്റെ കലാജീവിതം. അടുത്ത ഭാഗം നാളെ ആർട്ട് കഫേയിൽ ഇതേ സമയം. നിർവഹണ സഹായം ആദിത്യൻ SS. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.